പുതിയൊരു ഇൻവെസ്റ്റർ സൗദിയെക്കുറിച്ച് ആലോചിക്കുമ്പം എപ്പോഴും ആദ്യം ഏതൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും ആദ്യം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്കുള്ള റിട്ടേൺ കിട്ടുമോ, അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഒരു സാച്ചുറേറ്റഡ് കൺട്രി ആണോ അല്ലെങ്കിൽ ഒരു ഈ ഗ്രോയിങ് കൺട്രി ആണോ എന്നാണ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റർ നോക്കുന്ന ഫോർമാറ്റ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കോഴിക്കോട് ഒരു ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറേ ബിൽഡിങ്ങുകൾ നിറയെ ബിൽഡിംഗ് ഉണ്ട്, ഇനി ഒരാൾക്കൊരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ ചാൻസേ ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തര. നേരെ മറിച്ച് ഒരു ഗ്രോയിങ് സിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് കൺട്രി ആണെങ്കിൽ, ഇപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം സാച്ചുറേറ്റഡ് അല്ല, നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗവൺമെൻറ് നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയ ഒരു രാജ്യത്ത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുതിയ ഡെവലപ്പ് ചെയ്തൊരു ഹൗസിംഗ് ഏരിയയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റർ, നിങ്ങൾ നിലവിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ 25 ആൾക്കാരെ നിങ്ങളടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് പുതുതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടുക ചെയ്യുന്നത്. അതായത് ഗ്രോയിങ് കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ഗ്രോ ചെയ്യാൻ പറ്റിയ മെത്തേഡ്. കൺട്രിയുടെ കൂടെ നമ്മളും വലുതാവും, രാജ്യത്ത് പുരോഗതി വരുന്നതിനനുസരിച്ച് നമ്മളും വലുതാവും. അത് തന്നെയാണ് ഇപ്പം യൂറോപ്യൻ സെക്ടറിൽ നിന്നാണെങ്കിലും ഏഷ്യൻ സെക്ടറിൽ നിന്നാണെങ്കിലും സൗദിയിലേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഏരിയയിൽ ഒരു 10 ബിൽഡിങ് 100 ബിൽഡിങ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ 1800 ബിൽഡിംഗ് ആണ് ഒരൊറ്റ പ്രൊജക്റ്റായിട്ട് വന്നത്. ആവറേജ് ഒരു ബിൽഡിങ്ങിൽ 15 അപ്പാർട്ട്മെൻറ്റ് മുതൽ 18 അപ്പാർട്ട്മെൻറ്റ് വരെ വരുന്നുണ്ട്. അതിൻ്റെ ഞാനൊരു 3 ഇയർ ബാക്ക് ആ സ്ഥലത്ത് പോയ സമയത്ത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഒരു 30-ലധികം സൂപ്പർ മാർക്കറ്റ് എനിക്കറിയാവുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ദേ നോട്ട് ഷെയർ വിത്ത് ദ ഓൾഡ് പീപ്പിൾ. അവർ നിലവിലുള്ളപ്പം നേരെ മറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ UK ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോയി. പുള്ളി ഒരു റൂം എടുത്ത് ഹാർഡ്ലി ഒരു റൂം ഫൈൻഡ് ചെയ്ത് ആ ഒരു കീമണിയൊക്കെ കൊടുത്ത് റൂം എടുത്ത് ഒഴിപ്പിച്ചിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്ന ആരെയാണ്? അതേ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ കയറിയിരുന്ന ആൾക്കാരുടെ എത്ര ശതമാനം ഷെയർ എൻ്റെ അടുത്തേക്ക് വരും, ബിക്കോസ് ഐ ഹാവ് 1 2 3 4. അതല്ല സൗദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പുതിയ ഏരിയകളിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തൊട്ടടുത്ത് വേറൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അയാളെ കോമ്പീറ്റ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. അത്രയും പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്.